മലപ്പുറം പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് 2 പേർ മരിച്ചു. കാണാതായ ഗഫൂർ സലാം എന്നീ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇടക്കഴിയൂർ ഭാഗത്തു നിന്നും പടിഞ്ഞാറ് കടലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി കെ ടി സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലി, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? മനു, പൊന്നാനിയിൽ നിന്ന് 33 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ അപകടമുണ്ടാവുന്നത്. രാത്രി 1:30 സംഭവം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പൊന്നാനി തുറമുഖത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഇസ്ലാഹ് എന്ന ബോട്ടിലേക്ക് ഇന്ത്യൻ ചരക്ക് കപ്പലായ സാഗർ യുവരാജ് ഇടിച്ച് കയറുകയായിരുന്നു. ബോട്ട് 2ആയി പിളർന്നിട്ടുണ്ട്. ഈ അപകടം നടക്കുമ്പോൾ 6 പേർ ബോട്ടിലുണ്ടായിരുന്നു. 4 പേരെ കപ്പലിലുണ്ടായിരുന്നവർ തന്നെയാണ് രക്ഷപ്പെടുത്തിയത്. 2 പേരെ കാണാതാവുകയാണ്. പിന്നീട് 7 മണിക്കൂറോളം കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തെരച്ചിൽ നടത്തി. തുടർന്നാണ് മൃതദേഹം തൃശൂർ ജില്ലയിൽ വരുന്ന ഇടക്കഴിയൂർ ഭാഗത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇത് ഇപ്പോൾ തീരത്ത് എത്തിച്ചിട്ടുണ്ട്. 2 മൃതദേഹങ്ങളും പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. തീരത്തോട് ചേർന്ന് അപകടമുണ്ടാക്കുന്ന കപ്പൽ പോയിരുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകി.